അരുണാചൽ പ്രദേശിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ ദമ്പതികളും സുഹൃത്തും വിചിത്ര വിശ്വാസങ്ങൾക്ക് അടിമകളായിരുന്നുവെന്ന് കണ്ടെത്തൽ. അന്യഗ്രഹ ജീവിതത്തിൽ വിശ്വസിച്ചതിന്റെ കൂടുതൽ തെളിവുകൾ മരിച്ച ആര്യയുടെ ലാപ്ടോപ്പിൽ നിന്ന് അന്വേഷണ സംഘത്തിന് ലഭിച്ചു. രഹസ്യ ഭാഷയിൽ നവീൻ ആശയവിനിമയം നടത്തിയെന്നും കണ്ടെത്തി. തിരുവനന്തപുരം DCPയുടെ നേതൃത്വത്തിലുള്ള സംഘത്തിനാണ് കേസിന്റെ അന്വേഷണ ചുമതല. ഷഫീദ് റാവുത്തർ തിരുവനന്തപുരത്ത് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. ഷഫീദ്, എന്താണ് അന്വേഷണ സംഘത്തിന് കിട്ടുന്ന പുതിയ വിവരങ്ങൾ? വേണു, ഈ അരുണാചലിലെ ദുരൂഹമരണവുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഒടുവിൽ പോലീസിന് ലഭിച്ചത് അത് ആര്യയുടെ ലാപ്ടോപ്പിൽ നിന്ന് ലഭിച്ച ചില PDF വിവരങ്ങളാണ്. ഇവരുടെ ലാപ്ടോപ്പുകളും മൊബൈൽ ഫോണുകളും വിശദമായി പരിശോധിക്കാനുള്ള നീക്കത്തിലായിരുന്നു പോലീസ്. മാത്രവുമല്ല, അരുണാചൽ പോലീസിന്റെ പക്കലുള്ള ലാപ്ടോപ്പ് അടക്കം വിശദമായ ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചിട്ടുമുണ്ട്. അതിൽ വളരെ വിചിത്രമായ ഒരു കാര്യത്തെക്കുറിച്ച് പറയാനാകുന്നത് ഇതാണ്. അതായത്, നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത് പോലെ തന്നെ ആൻഡ്രോമെഡ ഗാലക്സി എന്നുള്ള ഒരു സാങ്കല്പിക ഗ്രഹം, അവിടുത്തെ ഒരു ഏലിയൻ, ഒരു അന്യഗ്രഹ ജീവിയായിട്ടുള്ള മിഥി എന്നയാളുമായി നടത്തുന്ന ഒരു കോൺവെർസേഷൻ്റെ PDF ആണ് ആര്യയുടെ ലാപ്ടോപ്പിൽ നിന്ന് ലഭിച്ചിട്ടുള്ളത്. അതിൻ്റെ ആദ്യ ചോദ്യം തന്നെ ഈ ഭൂമിക്ക് ഒരു മാറ്റം സംഭവിക്കുമോ എന്നുള്ളതാണ്. ഭൂമിയിലെ മനുഷ്യർ, മൃഗങ്ങൾ, ഭൂമിയുടെ പരിണാമം, അന്യഗ്രഹ ജീവിതം, മാത്രവുമല്ല ഗ്രഹത്തിലേക്കുള്ള സ്പേസ് ഷിപ്പുകളുടെ പോക്കടക്കമുള്ള കാര്യങ്ങളിൽ വളരെ വിശദമായിട്ടുള്ള കാര്യങ്ങൾ ഈ PDF ഫയലിലുണ്ട്. ഇതടക്കമുള്ള കാര്യങ്ങളിൽ വിശ്വസിച്ചിട്ടാണ് അന്ധവിശ്വാസം അല്ലെങ്കിൽ ഈ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള വിശ്വാസങ്ങളുടെ ഭാഗമായിട്ടാണ് അവർക്ക് ജീവൻ നഷ്ടമായത് എന്നുള്ളതാണ് പോലീസിന്റെ ഇപ്പോഴത്തെ ഒരു പ്രാഥമിക വിലയിരുത്തൽ. ഈ PDF ഫയൽ കൂടുതൽ പരിശോധിക്കുകയാണെങ്കിൽ അതിനകത്ത് പറയുന്ന കാര്യങ്ങൾ ഇവയൊക്കെയാണ്. അതിൽ 2 ഗ്രഹങ്ങളിലേക്ക് ഭൂമിയിലെ മനുഷ്യരെ, 90% മനുഷ്യരെയും മാറ്റാൻ കഴിയും എന്ന ഒരു കോൺവെർസേഷനിൽ പറയുന്നുണ്ട്. മാത്രവുമല്ല, ഭൂമിയിലെ മനുഷ്യരെ മറ്റൊരു ഗ്രഹത്തിലേക്ക് മാറ്റാൻ ഉള്ള സാധ്യതകൾ അത് വിജയിച്ച് കണ്ടു എന്നുള്ള കാര്യം പറയുന്നുണ്ട്. മനുഷ്യൻ്റെ അമാനുഷികമായിട്ടുള്ള കഴിവുകൾ, അത് ഈ ടെറസ്ട്രിയൽ റേഡിയേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വേദങ്ങൾ, പുരാണങ്ങൾ അടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ചും ഇതിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. മതവിശ്വാസങ്ങളെക്കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നുണ്ട്. അതിനുമപ്പുറത്തേക്ക് ഈ കാലങ്ങൾക്ക് മുൻപ് ഭൂമിയിൽ ഉണ്ടായിരുന്ന മൃഗങ്ങൾ, പ്രത്യേകിച്ച് ഡിനോസറുകൾ അടക്കമുള്ള കാര്യങ്ങൾക്ക് വംശനാശം സംഭവിച്ചതല്ല, അത് മറ്റൊരു ഗ്രഹത്തിൽ മറ്റൊരു സാധ്യതയിൽ ജീവിക്കുന്നു എന്നുള്ള കാര്യമാണ് ഈ PDF ഫയലിൽ വ്യക്തമാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്നത്. ഇങ്ങനെ നീളുന്നു ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള സംഭാഷണങ്ങൾ, അതല്ലെങ്കിൽ ഈ സാങ്കല്പിക അന്യഗ്രഹ ജീവിയായിട്ടുള്ള മിഥിയുമായി നടത്തിയ സംഭാഷണത്തിൻ്റെ വിവരങ്ങൾ. കൂടാതെ ഈ അന്യഗ്രഹത്തിലേക്ക് യാത്ര ചെയ്യാനുള്ള സ്പേസ് ഷിപ്പുകൾ, അതിൻ്റെ സാധ്യതകളെക്കുറിച്ച് പറയുന്നു. ഉൽക്കകളിലെ ആൻറ്റി കാർബൺ ഇന്ധനം ഉപയോഗിച്ചുകൊണ്ട് സ്പേസ് ഷിപ്പുകൾ യാത്ര സാധ്യമാക്കാമെന്നുള്ള കാര്യങ്ങൾ പറയുന്നു. ഈ ആര്യയുടെ ലാപ്ടോപ്പിൽ നിന്നെടുത്ത ഈ വിവരങ്ങളിൽ മറ്റു ചില വിചിത്ര വിവരങ്ങൾ കൂടിയുണ്ട്. അത് ഈ ഭൂമിയുടെ സാധ്യത, ഭൂമി എത്ര കാലം ഉണ്ടാകും, എത്ര കാലം ഭൂമി അവശേഷിക്കും, അതിനുശേഷം എവിടേക്കായിരിക്കും മനുഷ്യജീവൻ്റെ സാധ്യതകൾ നടക്കമുള്ള കാര്യങ്ങളിലും വളരെ വിശദമായ രീതിയിലുള്ള ചില കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട ഇതിൽ പരിശോധിച്ചിട്ടുണ്ട്. ഇത്തരം അന്ധവിശ്വാസങ്ങൾ അല്ലെങ്കിൽ ഇത്തരം ശാസ്ത്രയുക്തിക്ക് ചേരാത്ത വിശ്വാസങ്ങൾ അടക്കമുള്ള കാര്യങ്ങളുടെ പശ്ചാത്തലത്തിലാകാം ഇവർ ഈ കാര്യങ്ങളൊക്കെ ചെയ്തത് എന്നുള്ളതാണ് പോലീസിനെ സംബന്ധിച്ച് പോലീസ് ഇപ്പോൾ വിലയിരുത്തുന്ന കാര്യം. ഏതായാലും കേരളത്തിലൊരു പ്രത്യേക സംഘത്തെ ഈ അന്വേഷണത്തിന് രൂപീകരിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം DCPയുടെ നേതൃത്വത്തിൽ, മേൽനോട്ടത്തിൽ 6 അംഗ സംഘം ഈ കേസ് അന്വേഷിക്കും. വട്ടിയൂർക്കാവ് CIക്കായിരിക്കും ഈ കേസ് അന്വേഷണത്തിന്റെ അന്വേഷണ ചുമതല. ഇതിനോടകം അരുണാചലിൽ ഒരു SI ഉണ്ട്. അദ്ദേഹം അരുണാചൽ പോലീസ് ഇപ്പോൾ ശേഖരിക്കുന്ന വിവരങ്ങൾ അപ്പോൾ അപ്ഡേറ്റ് ചെയ്ത് കേരളത്തിലെ പോലീസ് സംഘവുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. മാത്രവുമല്ല, നവീൻ ഇതുമായി ബന്ധപ്പെട്ട നവീൻ്റെ ലാപ്ടോപ്പിൽ നടക്കം ശേഖരിച്ച വിവരങ്ങളിൽ നിന്ന് ചില കോഡ് ഭാഷകൾ ഉപയോഗിച്ചു, അതായത് ഒരു എക്സ്ട്രീം ഗ്രൂപ്പുമായി ചില കോഡ് ഭാഷകൾ ഉപയോഗിച്ച് സംസാരിച്ചു എന്നുള്ള കാര്യം കൂടി പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ട്. വേണു, ശരി, ഷഫീദ് റാവുത്തറാണ് വിശദാംശങ്ങൾ നൽകുന്നത്. ഷഫീദ് തുടരുക. ഇപ്പോൾ ജീവൻ ജോബ് തോമസ്, ശാസ്ത്ര എഴുത്തുകാരൻ, ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ ജീവൻ ജോബ് തോമസ്, ഈ ആര്യയുടെ ലാപ്ടോപ്പിൽ നിന്ന് കിട്ടിയ PDF-ലെ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതിൽ സാങ്കല്പിക ഗ്രഹം, സാങ്കല്പിക അന്യഗ്രഹ ജീവിയുമായുള്ള സംഭാഷണം, ഇതൊക്കെയാണ് ഉള്ളടക്കമായി വരുന്നത്. ഇതിനെ എങ്ങനെയാണ് താങ്കൾ കാണുന്നത്? ഇതിപ്പോൾ ആരെങ്കിലുമൊക്കെയായി ആശയവിനിമയം നടത്തുന്നു, അങ്ങനെ ഒരു ശൃംഖല തന്നെ, ഇത്തരം വിശ്വാസങ്ങൾ അല്ലെങ്കിൽ ചിന്തകൾ പങ്കുവയ്ക്കുന്ന ശൃംഖലകൾ ഉണ്ട് എന്ന് തന്നെയാണോ ഇത് നൽകുന്ന സൂചന? അത്തരത്തിലുള്ള ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന ശൃംഖലകൾ വേൾഡ് വൈഡ് ആയിട്ട് ഒരുപാട് കാലമായിട്ട് നിലനിൽക്കുന്നതായിട്ട് നമുക്ക് അറിയാവുന്നതാണ്. പ്രത്യേകിച്ച് ഈ കോൾഡ് വാർ സമയത്ത് അമേരിക്കയിൽ തന്നെ ഇത്തരത്തിലുള്ള ഒരുപാട് കോൺസ്പിറസി തിയറീസുമായി ബന്ധപ്പെട്ട ശൃംഖലകൾ രൂപപ്പെട്ടു വരികയും അത് ലോകവ്യാപകമായിട്ട് ഇത്തരത്തിൽ വളർന്നു വരികയും ചെയ്തിട്ടുണ്ട്. ഇപ്പൊ കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ തന്നെ നാസയും
അത് നാസയ്ക്ക് ഈ പ്രത്യേകമായിട്ട് പത്രക്കുറിപ്പുകൾ ഇറക്കേണ്ടി വന്നിട്ടുണ്ട്. അതായത് ലോകത്ത് UFOസിനെ ഐഡന്റിഫൈ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് പ്രത്യേകമായിട്ട് പത്രക്കുറിപ്പ് ഇറക്കേണ്ടി വന്നിട്ടുണ്ട്. കാരണം കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ വളരെ വ്യാപകമായിട്ട് ഇത് ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. അമേരിക്കയുടെ കയ്യിൽ രഹസ്യ വിവരങ്ങളുണ്ട്, CIA കയ്യിലും നാസയുടെ കയ്യിലൊക്കെ ഇതിന്റെ തെളിവുകളുണ്ട്, അത് അവർ ഒളിപ്പിച്ചു വെച്ചേക്കണെയാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ക്യാമ്പയിനുകൾ ഇങ്ങനെ ഓൺലൈൻ, പല തരത്തിലുള്ള ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് അത് അത്തരത്തിലുള്ള ഒരുപാട് കൾട്ട് ഗ്രൂപ്പുകൾ നിലനിൽക്കുന്നുണ്ട്. പിന്നെ ഈ ഡാർക്ക് വെബിന്റെ സാധ്യതകളെ യൂസ് ചെയ്തിട്ട് ആൾക്കാരെ ചൂഷണം ചെയ്യുന്ന ഒരുപാട് ഗ്രൂപ്പ് നിൽക്കുന്നുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോ ഇത്തരത്തിലുള്ള ഇപ്പൊ കേരളത്തിൽ മുമ്പ് ഇപ്പം മന്ത്രവാദം നടന്നു, മന്ത്രവാദം ചെയ്ത് ആള് മരിക്കുന്ന സാഹചര്യം ഉണ്ടായതുപോലെ തന്നെ വളരെ അതിന്റെ പാരലലായിട്ട് അതുപോലെ തന്നെ കാണാവുന്നതാണ് ഇപ്പൊ ഏലിയനുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അത്തരത്തിലുള്ള വിശ്വാസങ്ങളിലേക്ക് പോവുക എന്ന് പറയുന്ന സാധനം അതിന് സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പൊ അവരിന്നിപ്പോ പോലീസ് പുറത്തുവിട്ടിട്ടുള്ള ആ ഡോക്യുമെന്റില് ആൻഡ്രോമിഡ ഗാലക്സിയിലുള്ള ഒരു മൈറ്റി എന്ന് പറയുന്ന ഒരു ഏലിയനുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന്റെ ഡോക്യുമെന്റ് ആണ് ഒരെണ്ണം ഞാൻ കണ്ടത്. അത് ആ സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ചിലപ്പോൾ നമ്മുടെ അടുത്തേക്ക് ആൻഡ്രോമിഡയിൽ നിന്നുള്ള ആളാണ് എന്ന് പറഞ്ഞുള്ള കമ്മ്യൂണിക്കേഷൻ ഒക്കെ പോസിബിൾ ആയിരിക്കും. കാരണം അത് നമ്മളെ അപ്പുറത്തെ എൻഡിൽ ഇരുന്നിട്ട് ഒരാൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരുന്നാൽ മതിയല്ലോ. അത് നമ്മൾ ഇതാണെന്ന് നമുക്ക് വിശ്വാസം വന്നു കഴിഞ്ഞാൽ പിന്നെ ഇതിൽ പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ പലതരത്തിലുള്ള വിശ്വാസങ്ങൾ നിലനിൽക്കുന്ന ലോകമാണ്. അപ്പൊ ശാസ്ത്രം അഡ്വാൻസ് ചെയ്യുന്നതിനനുസരിച്ച് ശാസ്ത്രത്തെ ബന്ധപ്പെട്ടിട്ടുള്ള ഇത്തരത്തിലുള്ള പല വിശ്വാസങ്ങളും രൂപപ്പെട്ടു വരികയും അത് കേരളം പോലെയുള്ള ഒരു സമൂഹത്തില് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ പോസ്റ്റ് കോവിഡ് സിറ്റുവേഷൻസിൽ അത് കൂടുതൽ വ്യാപകമായിട്ടുണ്ട് എന്നാണ്. പ്രത്യേകിച്ച് അമേരിക്കയിൽ കോൾഡ് വാറിലെ സമയത്ത് ഡെവലപ്പ് ചെയ്ത തരത്തിലുള്ള ഒരു സിറ്റുവേഷൻ കേരളത്തിലെ യുവാക്കളുടെ ഇടയിൽ പുതിയ പോസ്റ്റ് കോവിഡ് സിറ്റുവേഷനിൽ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് എന്ന് തോന്നിയിട്ടുള്ള ഒരാളാണ് ഞാൻ. ജീവൻ ജോബ് തോമസ്, പക്ഷേ ഇവരുടെ ഒരു പശ്ചാത്തലം നോക്കിയാൽ നല്ല വിദ്യാസമ്പന്നരാണ്, അധ്യാപകരായി പ്രവർത്തിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ ആയുർവേദ ഡോക്ടർമാരായി. ഞാൻ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ വിദ്യാസമ്പന്നത എന്നുള്ളത് അതിന്റെ ഒരു ഫാക്ടർ അല്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വിശ്വാസങ്ങൾ ഏത് തരത്തിലുള്ള വിശ്വാസങ്ങളായാലും ഒരുപോലെ തന്നെയാണെന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. ഇപ്പൊ ദൈവത്തിലുള്ള വിശ്വാസമായാലും മന്ത്രവാദത്തിലോ പിശാചിലുള്ള വിശ്വാസമായാലും സാത്താനിലുള്ള വിശ്വാസമായാലും അതുപോലെ തന്നെയാണ് സയൻസിലുള്ള വിശ്വാസവും. കാരണം എന്താ വെച്ചാൽ ആ സയൻസുമായി ബന്ധപ്പെട്ട് മിത്തുകൾ രൂപപ്പെട്ടു വരുന്നത് അങ്ങനെയാണ്. ലോകത്ത് ഒരുപാട് വലിയ വിദ്യാസമ്പന്നരും ഒരുപാട് PhDയും വലിയ ഗവേഷണ പ്രബന്ധങ്ങളും ഒക്കെയുള്ള ആൾക്കാർ പോലും പലതരത്തിലുള്ള ശാസ്ത്ര മിത്തുകളിൽ വിശ്വസിക്കുന്നതിന്റെ ഒരുപാട് തെളിവുകൾ നമ്മുടെ മുമ്പിലുണ്ട്. അത് ഇതിന്റെ ഒരു ചരിത്രം നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ 1945 ശേഷമുള്ള അമേരിക്കയിൽ ഈ ഒരുപാട് ഇത്തരത്തിലുള്ള വിശ്വാസങ്ങൾ രൂപം ഇട്ടിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ആ വിശ്വാസങ്ങളുടെ രൂപപ്പെടല് വിദ്യാസമ്പന്നരുടെ ഇടയിൽ വേറെ തരത്തിലായിരിക്കും എന്ന് മാത്രമേ ഉള്ളൂ. ജീവൻ ജോബ് തോമസ്, ഇപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ വിശ്വസിക്കുക എന്നതിനപ്പുറത്തേക്ക് കൊലപാതകം നടത്തുക, അതിനുശേഷം സ്വയം ജീവൻ എടുക്കുക, അത് തന്നെ വളരെ ശാസ്ത്രീയമായി ചെയ്യുക, ഈ രക്തം കട്ടപിടിക്കാതിരിക്കാനുള്ള മരുന്ന് ഉൾപ്പെടെ കഴിച്ചുകൊണ്ടാണല്ലോ ഇതെല്ലാം ചെയ്യുന്നത്. മാത്രമല്ല ഒരു പ്രത്യേക സ്ഥലത്ത് പോയി താമസിക്കുന്നു, അവിടെ മറ്റുള്ളവർക്ക് ഒരു സംശയവും തോന്നാത്ത രീതിയിൽ രണ്ടുപേരെ കൊലപ്പെടുത്തുന്നു, സ്വയം മരിക്കുന്നു, രക്തം പുറത്തേക്ക് പോകാതിരിക്കാൻ കതകിന് താഴെ ഈ പറയുന്ന തുണിയൊക്കെ കൊണ്ടതെല്ലാം വളരെ ശാസ്ത്രീയമായി തന്നെ അത്തരം ഒരു തരത്തിലുള്ള അപാകതകളും ഉണ്ടാകാതിരിക്കാനുള്ള മുൻകരുതലുകൾ എടുക്കുന്നു. ഇതൊക്കെ എങ്ങനെയാണ്? മനുഷ്യര് വിശ്വാസങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തും ചെയ്യുന്നവരാണ് എന്നുള്ളതിന് ഇതുപോലെ തന്നെ ഒരുപാട് തെളിവുകൾ നമ്മുടെ മുമ്പിലുണ്ട്. കാരണം നിങ്ങൾ ഓരോ ആൾക്കാർ കൊലപാതകങ്ങൾ നടത്തുന്നതും സ്വയം മരിക്കുന്നതിന്റെ വ്യത്യസ്തമായ വഴികളും ഒക്കെ ഇതുപോലെ തന്നെ ഉണ്ട്. അപ്പൊ നമ്മൾ ആ വിശ്വാസ രീതിയിലേക്ക് എത്തിപ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ മാനസികമായ പരിവർത്തനം രൂപപ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് സാധ്യമാകും എന്ന് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതിന്റെ ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് ചരിത്രത്തിൽ എന്ന് പറഞ്ഞാൽ ഈ ചെറിയ കാലത്ത് തന്നെ നമ്മൾ ജീവിച്ച കാലത്ത് തന്നെ നമുക്ക് കാണാൻ കഴിയുന്നത് നമ്മുടെ മുമ്പിലുണ്ട്. അതിനെ ഏത് തരത്തിലുള്ള വിശ്വാസത്തിലേക്കാണോ ഒരാൾ എത്തിപ്പെടുന്നത്, അതെങ്ങനെയാണ് എത്തിപ്പെട്ടത്, അത് ആ വ്യക്തിയുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടും
അവര് ഏത് സ്ഥലത്തിലേക്കാണ് റിസോർട്ട് കണ്ടെത്തുന്നത് എന്നതുമായി ബന്ധപ്പെട്ടതാണ്. അപ്പൊ അത് ഒരു വിശ്വാസം കൊണ്ട് വ്യക്തികൾ ചെയ്യുന്ന ഇത്തരത്തിലുള്ള പ്രവർത്തികളെ വളരെ സൂക്ഷ്മമായി പഠിക്കുന്ന ഒരാളെ സംബന്ധിച്ച് അത് ഒരു അത്ഭുതകരമായിട്ടുള്ള കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. നന്ദി ജീവൻ ജോബ് തോമസ് പ്രതികരിച്ചതിന്. ഇപ്പോൾ എഴുത്തുകാരൻ റാംമോഹൻ പാലിയത്തും ടെലിഫോൺ ലൈനിലുണ്ട് ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ. റാംമോഹൻ പാലിയത്ത്, ഈ അരുണാചലിലെ ദമ്പതികളുടെയും സുഹൃത്തിൻ്റെയും ദുരൂഹ മരണവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ അന്വേഷണ സംഘം പുറത്തു കൊണ്ടുവരുന്ന പുതിയ വിവരങ്ങൾ വിചിത്രമാണ്. ഇതിനെ എങ്ങനെയാണ് താങ്കൾ കാണുന്നത്? ഒറ്റനോട്ടത്തിൽ വിചിത്രമായിട്ട് തോന്നുന്നെങ്കിലും എനിക്ക് തോന്നുന്നത് നമ്മള് പൊതുവെ മൊത്തത്തിൽ നോക്കി കഴിയുമ്പോൾ ലോകം മുഴുവൻ ഒരു റിട്രോഗ്രേഡ് പിന്നോക്കം ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ കൂടി ഉണ്ട്. വലിയ നേട്ടങ്ങൾ മുമ്പോട്ട് പോകുന്നു, മനുഷ്യരെ മൊത്തം മുന്നോട്ട് പോകുമെങ്കിലും രാഷ്ട്രങ്ങൾ പോലും ഒരുപാട് റിലീജിയസ് രാഷ്ട്രങ്ങൾ ഓൾറെഡി ഉണ്ട്. അതുകൂടാതെ കൂടുതൽ രാഷ്ട്രങ്ങൾ റിലീജിയസ് ആവാൻ വേണ്ടി കച്ചകെട്ടി വെമ്പൽ കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ്. അവർ പോലും ഈ പുരാണത്തിലെ കാര്യങ്ങളൊക്കെ മാർക്ക് ചെയ്ത് ഇപ്പൊ രാമസേതു രാമന്റെ സേതു എന്ന് പറയുന്ന പോലെയുള്ള ഒരുപാട് മിത്തിനെയും റിയാലിറ്റിയും തിരിച്ചറിയാത്ത വിധത്തിലുള്ള ഒരുപാട് സംഭവം കൊണ്ടിരുന്നു. ഇത് ഈ ഒരു സംഭവം ഒരു റിലീജിയസ് മതപരമായ കോൺട്രേഷൻസ് ഒന്നും ഇല്ലെങ്കിൽ പോലും ഇതൊക്കെ നമ്മൾ ചേർത്ത് വായിക്കണമെന്ന് എനിക്ക് തോന്നുന്നു. ആളുകൾ ഇങ്ങനെ ഈ എന്താ പറയാ, വേറെ സംഭവം കൂടി ഉണ്ട്. ഒരുപാട് മുന്നേറി മനുഷ്യൻ ശാസ്ത്രത്തിന്റെ മുന്നിട്ട് ഇങ്ങനത്തെ കാര്യങ്ങൾ മാത്രമല്ല, ഈ പത്രി മാറ്റാനൊക്കെ കാർഷിക പുരോഗതിയൊക്കെ ഉണ്ടായി. അങ്ങനെ മനുഷ്യൻ മൊത്തത്തിൽ എന്താ പറയാ സമ്പന്നതയും അവരൊക്കെ വന്നപ്പോ അതിന്റെ ഒരു വലിയ ബോറടിയും കൂടി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഇങ്ങനെ വെറുതെ ഇരുന്ന ആൾക്കാർ, നമ്മൾ കേരളത്തെ പോലെ വലിയ വിദ്യാഭ്യാസവും ശാസ്ത്രീയ സയന്റിഫിക് ടെമ്പറൊക്കെ ഉള്ള നാട്ടിൽ നിന്നൊക്കെ അഹങ്കരിക്കുന്ന നമ്മുടെ നാട്ടിൽ നിന്ന് പോലും ഇതൊക്കെ പഠിച്ച ആൾക്കാർ പോലും ഇങ്ങനെയൊക്കെ ചെന്ന് പെടുന്നു പറയുമ്പോൾ അതൊരു ഭയങ്കര ഷോക്കിംഗ് ആയിട്ട് തോന്നുന്ന ഒരു സംഭവമാണ്. അഥവാ ഇതിന്റെ ഒരു പ്രധാന സംഭവം ഇങ്ങനെയുള്ള ആളുകളുടെ എന്താ പറയാ ബോറടി എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ ട്രാജഡി കോമഡി എന്നൊക്കെ സായിപ്പ് പറഞ്ഞാൽ നമ്മളുണ്ടാക്കിയ വാക്കാണ് ബോറടി. ഇതിന്റെ ഒരു വലിയ ബോറടിയുടെ കൂടി ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ആളുകൾക്ക് എല്ലിന്റെ ഇടയിൽ വറ്റുകുത്തി എന്ന് പറഞ്ഞ ഒരു അവസ്ഥ ഉണ്ട് ശരിക്കും. ഇങ്ങനത്തെ ഈ മിത്തിനെ ഒരു പരമാവധി ഒരു എന്റർടൈൻമെന്റ് വാല്യൂ വരെ ആക്കാം, അതിന്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുന്നത് വളരെ അപകടം പിടിച്ച സംഭവമായി. ഇപ്പം ഭക്തിയാവാം, അതുപോലെ ഒരു പേഴ്സണൽ നിങ്ങളുടെ അടിവസ്ത്രമോ ടൂത്ത് ബ്രഷോ പോലെ ഒരു പേഴ്സണൽ കാര്യമായിട്ട് നിങ്ങളുടേതായിട്ട് മാത്രമായിട്ട് നിങ്ങളത് കൊണ്ടുനടക്കുമ്പോൾ ഓക്കെ, അതിന്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോയിട്ടുള്ള എല്ലാ സംഭവങ്ങളും അപകടമാണ്. അതിന്റെ ഒരു അടുത്ത എക്സ്റ്റൻഷനാണ് ഈ കാണുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പൊ ഇതിന് ഡയറക്റ്റ് ആയിട്ടൊരു മതപരമായിട്ടുള്ള ഇതൊന്നും ബന്ധമൊന്നും ഇല്ലെങ്കിൽ പോലും അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. വേണം റാംമോഹൻ, ഇത് വലിയൊരു ശൃംഖലയായി തോന്നുന്നുണ്ടോ? അതിപ്പോ പറയാൻ പറ്റില്ല. അതിപ്പോ എക്സ്പോസ് ആയിട്ട് അമേരിക്കയിലൊക്കെ വലിയ കൾട്ടുകൾ ഉണ്ടല്ലോ ഇതുപോലെ മരണവും കൂട്ടാത്മഹത്യയും നേതാവ് സ്വയം വെടിവെച്ച് ചെയ്യാവുന്നു. ഇത് എനിക്ക് തോന്നുന്നത് അങ്ങനത്തെ ഒരു പുരോഗതിയിലേക്ക് ഇപ്പൊ ഇന്ത്യ എത്തിയെന്നല്ലേ പറയണേ. എത്രയോ ട്രില്യൺ എക്കണോമി ഒക്കെ അല്ലേ വരാൻ പോണെ. അപ്പൊ തീർച്ചയായിട്ടും ഈ കണ്ടമാനം ജനസംഖ്യയും കണ്ടമാനം ഈ സൗകര്യങ്ങളൊക്കെ വരുമ്പോൾ വലിയ കൾട്ടുകൾ ഇതുപോലെ ഉണ്ടായി വരും. കാരണം ആളുകൾക്ക് പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലാണ്ടിരിക്കുന്ന ഒരുപാട് വിഭാഗം ആൾക്കാരുണ്ടാവും. അപ്പൊ അവരുടെ ഇതിൽ നിന്ന് ഇത്തരം കൾട്ടുകളൊക്കെ രൂപപ്പെടും. അപ്പൊ ശൃംഖലകളും ഒക്കെ രൂപപ്പെടും. പരസ്പര സഹായ സംഘങ്ങളും ആൾദൈവങ്ങളൊക്കെ പരസ്പരം സഹകരിക്കും. ഉറപ്പായിട്ടും ഉണ്ടാവും. ഈ കൾട്ടുകളൊക്കെ വരാൻ പോകുന്നേ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ അമേരിക്കയിലൊക്കെ വലിയ ഇതുപോലെ 3 പേരൊക്കെ ഒരാൾ ഒറ്റയ്ക്ക് പോയി ചാവുന്നു, അല്ലെങ്കിൽ ഒരു മന്ത്രവാദിയുടെ മുമ്പിൽ കഴുത്തിട്ട് കൊടുക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ മനസ്സിലാക്കാം. പക്ഷെ ഒരു 3 പേര് ത്രീസ് കമ്പനി എന്നൊക്കെ പറഞ്ഞ പോലെ 4 പേര് 5 പേര് വലിയ കൂട്ടങ്ങളിലേക്കുള്ള മരണങ്ങളിലേക്കൊക്കെയുള്ള സാധ്യതകൾ ഇങ്ങനെ രൂപപ്പെടാൻ സാധ്യതയുണ്ട്. ഈ കൂട്ടമരണങ്ങളും കൾട്ടുകളായിട്ട് നിങ്ങൾ പറഞ്ഞ പോലെ കൾട്ടുകൾ തമ്മിലുള്ള ശൃംഖലകളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. ഈ ഒരു മുന്നേറ്റം, ഇങ്ങനത്തെ ഒരു ഭയങ്കര മുന്നേറ്റം. നന്ദി റാംമോഹൻ പാലിയത്ത് പ്രതികരിച്ചതിന്. ക്രിമിനോളജിസ്റ്റ് PN സന്ദീപും ടെലിഫോൺ ലൈനിലുണ്ട്. PN സന്ദീപ്, ഇപ്പോൾ അന്വേഷണ സംഘം കണ്ടെത്തുന്ന PDF ഫയലുകളുടെ ഉള്ളടക്കമൊക്കെ വിലയിരുത്തുമ്പോൾ എന്ത് സൂചനയാണ് ലഭിക്കുന്നത്? സന്ദീപ്, പ്രധാനമായിട്ടും നമുക്കിപ്പോ അറിയാനായിട്ട് കഴിഞ്ഞിരിക്കുന്നത് അവരൊരു പ്രത്യേകതരം വിശ്വാസത്തിന്റെ പുറത്താണ് അവർ ജീവിച്ചു പോകുന്നത് എന്നുള്ളതാണ്. അപ്പൊ അത്രയും രീതിയിൽ അവർ വിശ്വസിക്കാനായിട്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഒരു വിഷയമായിട്ട് നമുക്ക് ഇതിനെ കാണാൻ പറ്റില്ല. കാരണം ടോട്ടൽ സമൂഹത്തിന്റെ പല ഭാഗങ്ങളിലും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, ഇത് നടന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ആ രീതിയിൽ വിശ്വസിക്കുന്നുണ്ട്. ജനങ്ങളുടെ ഒരു മെന്റൽ സിറ്റുവേഷൻ അങ്ങനെയായി മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ആൾദൈവങ്ങളും ഒക്കെ ഇങ്ങനെ രൂപപ്പെട്ടു വരുന്നത്. അപ്പോൾ സയന്റിഫിക് ആയിട്ടുള്ള ടെമ്പറുകൾ എവിടെയാണ് നമുക്ക് നഷ്ടപ്പെട്ടത്, എങ്ങനെയാണ് നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റുക എന്നുള്ളതിനെ കുറിച്ചാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ ഇപ്പോൾ ഭരണകൂടവും നമ്മുടെ എല്ലാവരും ചർച്ച ചെയ്യേണ്ടത്. പക്ഷെ ആ മേഖലയിൽ ഒരു പഠനങ്ങളൊന്നും നടക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. ഒരു 80% ഓഫ് ആൾക്കാരും ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ വിശ്വസിക്കുകയും അത് മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്നുണ്ട്. അപ്പോ ഒരു സമൂഹത്തിന്റെ ഒരു അപജയം, അതുപോലെ തന്നെ അത് ഇനി ഫ്യൂച്ചർ അത് കൂടും എന്നുള്ളതാണ് നമ്മൾ നോക്കി കാണേണ്ടത്. അപ്പൊ അതിനുള്ള എന്തെങ്കിലും റെമഡീസ്, ശക്തമായ നിയമനിർമ്മാണങ്ങൾ കൊണ്ടുവന്നില്ലെങ്കിൽ വളരെയധികം ആപത്തുകൾ ഉണ്ടാവും എന്നുള്ളതാണ് പറയുന്നത്. ശരി, നന്ദി PN സന്ദീപ്, ക്രിമിനോളജിസ്റ്റ് പ്രതികരിച്ചതിന്. ഷഫീദ് റാവുത്തർ തുടരുന്നുണ്ട് തിരുവനന്തപുരത്ത്. ഷഫീദ്, ഇപ്പോൾ ഇതിൽ മറ്റ്
കാര്യങ്ങളൊന്നും അന്വേഷിക്കേണ്ടതില്ല, ഈ കാര്യത്തിൽ ബ്ലാക്ക് മാജിക്ക്, അന്ധവിശ്വാസം, ആ ഘടകങ്ങൾ മാത്രമാണ് പ്രവർത്തിച്ചിരിക്കുന്നത് എന്ന് പ്രാഥമികമായി വിലയിരുത്തുന്നുണ്ടോ അന്വേഷണ സംഘം? നിലവിലിപ്പോൾ അങ്ങനെ ഒരു പൂർണ്ണമായും ലോക്ക് ചെയ്യുന്നില്ല. പകരം പല സാധ്യതകൾ പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷിക്കുന്നുണ്ട്. മാത്രവുമല്ല, നിലവിലിപ്പോൾ പോലീസിനെ സംബന്ധിച്ച് അന്വേഷണത്തിൽ ചില തടസ്സങ്ങളുമുണ്ട്. കാരണം അരുണാചൽ പ്രദേശാണ് ഇതിൻ്റെ ശാസ്ത്രീയ പരിശോധന അടക്കമുള്ള കാര്യങ്ങൾ നടത്തുന്നത്. ഇവരുടെ കയ്യിലുണ്ടായിരുന്ന ഗാഡ്ജറ്റ്സുകളും മറ്റ് ഉപകരണം അടക്കമുള്ള കാര്യങ്ങൾ അത് കേരള പോലീസ് നേരിട്ട് റിസീവ് ചെയ്ത് പരിശോധിക്കാനുള്ള നിയമവഴികൾ അടക്കമുള്ള കാര്യങ്ങൾ പോലീസ് ഇതിനോടകം തന്നെ തേടിയിട്ടുണ്ട്. തിരുവനന്തപുരം DCP വട്ടിയൂർക്കാവ് സി അടക്കമുള്ള ആളുകൾ ഇന്ന് ഒരു അവലോകന യോഗം ചേരും. അതിനുശേഷം മാത്രമായിരിക്കും വീണ്ടും അരുണാചൽ പ്രദേശിലേക്ക് പോകണോ, മറ്റ് ഈ കേസ് അന്വേഷണ നടപടികൾ എന്താണെന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കുകയുള്ളൂ. വേണു സൂചിപ്പിച്ചതുപോലെ തന്നെ മറ്റു ചില സാധ്യതകൾ കൂടി പോലീസ് സംശയിക്കുന്നുണ്ട്. പക്ഷേ അത് പൂർണ്ണ അർത്ഥത്തിൽ പറയാൻ നമുക്കിപ്പോൾ പുറത്തു പറയാൻ കഴിയില്ല. കാരണം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ചില എക്സ്ട്രീം ഗ്രൂപ്പുകളുമായുള്ള വിശ്വാസ പ്രശ്നം അതടക്കമുള്ള കാര്യങ്ങൾ പോലീസ് സംശയിക്കുന്നു എന്നുള്ളൊരു വിവരമുണ്ട്. പക്ഷേ അത് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയില്ല. അതിൻ്റെ സാധ്യതകളടക്കം പലതരത്തിലുള്ള സാധ്യതകൾ ഇതുമായി ബന്ധപ്പെട്ട് തേടുകയാണ്. ഇറ്റാനഗറിലെ ആ താഴ്വരയിൽ തന്നെ അവർ ഹോട്ടൽ എടുക്കാനുള്ള കാരണം എന്താണ്? അവിടെ ആ പ്രദേശത്ത് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? അവർ മരിക്കാനായി തിരഞ്ഞെടുത്ത സമയം അതടക്കമുള്ള സ്ഥലം ദിവസമടക്കമുള്ള കാര്യങ്ങൾ വിശദമായി തന്നെ പരിശോധനയ്ക്ക് വിധേയമാക്കണമെന്നുള്ളതാണ് പോലീസ് പറയുന്നത്. പ്രത്യേകിച്ച് 31 എന്നൊരു ദിവസം അവർ തിരഞ്ഞെടുത്തു എന്നുള്ളതാണ് പോലീസ് ഇപ്പോൾ സംശയിക്കുന്നത്. അതിൻ്റെ പിന്നിൽ എന്ത്? അതിനെന്തെങ്കിലും വിശ്വാസ പ്രശ്നങ്ങളുണ്ടോ? അന്ധവിശ്വാസങ്ങളുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങളാണോ? ഇതടക്കമുള്ള മുഴുവൻ കാര്യങ്ങളും പോലീസ് വിശദമായി പരിശോധിക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാലും ഇറ്റാനഗറിൽ ഇപ്പോൾ കേരള പോലീസിൽ നിന്നൊരു SI ഉണ്ട്. അദ്ദേഹമാണ് അവിടെ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തുന്നത്. ആവശ്യമെങ്കിൽ കൂടുതൽ ഉന്നത ഉദ്യോഗസ്ഥർ അവിടേക്ക് തിരിക്കുമെന്നുള്ള വിവരം കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട്. ഏതായാലും ഇപ്പോൾ പോലീസിന് പുറത്തുവിട്ടിരിക്കുന്ന ഈ PDF അത് ഈ അന്വേഷണത്തെ സംബന്ധിച്ച് വളരെ നിർണായകമാണ്. മാത്രമല്ല ഇവരുടെ മറ്റുള്ളവരുടെ ദേവിയുടെയും നവീൻ്റെയും ചില വിവരങ്ങൾ ശേഖരിച്ചിരുന്ന ചില കോഡ് ഭാഷകളടക്കമുള്ള സംഭാഷണങ്ങൾ അത് കണ്ടെടുത്തിട്ടുണ്ട്. അത് ആരുമായിട്ടാണ് നടത്തിയത്, ആ എക്സ്ട്രീം ഗ്രൂപ്പുകൾ ആര്, ആ ഗ്രൂപ്പുകളുടെ സ്വഭാവം എന്ത് എന്നടക്കമുള്ള കാര്യങ്ങൾ വിശദമായി പോലീസിന്റെ പരിശോധനാ പരിധിയിലുണ്ട്. വേണു. ഷഫീദ്, കുടുംബാംഗങ്ങളുമായി അന്വേഷണ സംഘം ചർച്ച നടത്തുകയുണ്ടായിട്ടുണ്ടോ? ഈ അന്വേഷണത്തിന്റെ ഭാഗമായി വിവരങ്ങൾ ശേഖരിക്കുകയുണ്ടായിട്ടുണ്ടോ? വേണു, നിലവിൽ നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് ഇന്നലെയാണ് ഇവരുടെ മൃതദേഹം നാട്ടിലെത്തിച്ച് സംസ്കാര ചടങ്ങുകളടക്കമുള്ള കാര്യങ്ങൾ നടന്നത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും കുറച്ചുകൂടെ സമയമെടുത്ത് അവരിലേക്ക് പോകാമെന്നുള്ളതാണ്. ഇവരുടെ വീടുകളിലടക്കം പരിശോധന നടത്തണം, ഇവർ താമസിച്ചിരുന്ന മുറികളിലടക്കം പരിശോധന നടത്തണം എന്നുള്ള നിലപാടിൽ തന്നെയാണ് അന്വേഷണ സംഘമുള്ളത്. അങ്ങനെയാണെങ്കിൽ ഇന്നോ നാളെയായിട്ട് ആ പരിശോധന നടപടികൾ പോലീസ് പൂർത്തിയാക്കും എന്നുള്ള വിവരം കൂടി ലഭിക്കുന്നുണ്ട്. അവിടെ ഉണ്ടാകുന്ന അല്ലെങ്കിൽ അവിടെ നിന്ന് ലഭിക്കുന്ന ഏതെങ്കിലും തെളിവുകൾ ഇപ്പോൾ പോലീസിന് ലഭിച്ചിരിക്കുന്ന തെളിവുകളുമായി റിലേറ്റ് ചെയ്യാൻ കഴിയുമോ? അങ്ങനെ റിലേറ്റ് ചെയ്താൽ അതിൻ്റെ സാധ്യതകൾ എന്താണ്? അതടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വിശദമായ പരിശോധന അന്വേഷണവും പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാകും. ഏതായാലും വേണം ഇപ്പോൾ ഈ പുറത്തു വന്നിരിക്കുന്ന PDF അത് ഞെട്ടിക്കുന്നതാണ്. അതിലെ വിവരങ്ങളടക്കം ഞെട്ടിക്കുന്നതാണ്. അതിലെ കൂടുതൽ വിവരങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് വളരെ എക്സ്ട്രീം സ്വഭാവത്തിലേക്ക് പോകുന്ന ഒരു സ്വഭാവം ഇവർക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ അരുണാചലിലേക്കുള്ള യാത്രയ്ക്ക് തൊട്ട് മുൻപ് തിരുവനന്തപുരത്തേക്ക് വന്ന് മുറിയെടുത്ത നവീനും ദേവിയും അവർ പിന്നീട് മുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയില്ല എന്നുള്ളതാണ് പോലീസിന്റെ കണ്ടെത്തൽ. അതടക്കമുള്ള കാര്യങ്ങളിൽ പോലീസ് അന്വേഷണം ഇപ്പോൾ ആ പരിധിയിൽ കൂടി കൊണ്ടുവന്നിട്ടുണ്ട്. വേണം ഷഫീദ്, ഇവരിപ്പോൾ അസ്വാഭാവികമായി പെരുമാറുന്നു, ചില തീവ്ര ഗ്രൂപ്പുകളുമായി വിശ്വാസ സംബന്ധമായ ആശയവിനിമയം നടത്തുന്നു എന്നൊക്കെ പറയുമ്പോഴും ആര്യയുടെ വിവാഹം നിശ്ചയിച്ചിരിക്കുകയായിരുന്നു, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ടായിരുന്നു. പെട്ടെന്നാണ് ഇങ്ങനെ ഒരു യാത്ര വരുന്നതും ഈ കാര്യങ്ങളെല്ലാം സംഭവിക്കുന്നതും. അതേപ്പറ്റിയൊക്കെ അന്വേഷണ സംഘം എങ്ങനെയാണ് കാണുന്നത്? വേണു, ഇതിൽ അന്വേഷണ സംഘം ഔദ്യോഗികമായി നമ്മളോട് പറയുന്ന വിവരം ഇങ്ങനെ തന്നെയാണ്. അതായത് അന്ധവിശ്വാസത്തിന്റെ ഭാഗമായി അന്യഗ്രഹ ജീവിതം അടക്കമുള്ള കാര്യങ്ങൾ അവർ ആഗ്രഹിച്ചിരുന്നു. അതിന്റെ ഭാഗമായി ഇവർ ചില ഇടപെടലുകൾ നടത്തിയിരുന്നു. ആ രീതിയിലുള്ള ഒരു യാത്രയായിരുന്നു അവർ അരുണാചലിലേക്ക് നടത്തിയത്. അരുണാചലിൽ എത്തുന്നതിന് മുൻപ് അവർ മറ്റൊരു സ്ഥലത്തേക്ക് കൂടി എത്തിയിരുന്നു. ആ സ്ഥലത്തെ കേന്ദ്രീകരിച്ച് പോലീസ് വിശദമായ അന്വേഷണം നടത്തുന്നുണ്ട്. അങ്ങനെ എത്തുന്ന വിശ്വാസങ്ങളുടെ ഭാഗമായി അന്യഗ്രഹ ജീവിതം അതിൽ അഭിരമിച്ചുകൊണ്ട് നടത്തിയ ആത്മഹത്യയോ മരണമോ അക്കാര്യത്തിൽ പോലീസ് ഔദ്യോഗികമായ ഒരു കൺക്ലൂഷൻ ഇതുവരെയും നടത്തിയിട്ടില്ല. ആ രീതിയിലുള്ള ഒരു യാത്രയാണ് ഇവർ നടത്തിയത്. അങ്ങനെയായിരുന്നു ഇവരുടെ ജീവിത രീതി എന്നുള്ളതാണ് പോലീസ് ഇപ്പോൾ വ്യക്തമാക്കുന്ന കാര്യം. ഇത് സാധൂകരിക്കുന്ന വിവരങ്ങൾ, PDF രേഖകളടക്കമുള്ള വിവരങ്ങളാണ് പോലീസിന് ഇപ്പോൾ ലഭിച്ചിട്ടുള്ളത്. അതിൽ ഒന്നാമത്തെ കാര്യം, ആര്യയുടെ പക്കൽ നിന്ന് ലഭിച്ച ഈ PDF-നപ്പുറത്തേക്ക് നവീൻ്റെ ലാപ്ടോപ്പിൽ നിന്നടക്കം ശേഖരിച്ച ചില വിവരങ്ങളിൽ നിന്ന് ഈ കോഡഡ് ഭാഷയിലുള്ള ചില സംഭാഷണങ്ങൾ പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. അത് വിശദമായി പരിശോധിക്കണം. അത് പരിശോധിച്ചാൽ ഏത് ഗ്രൂപ്പുകളുമായിട്ടാണ് ഇവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്തത്, ഈ ഗ്രൂപ്പിംഗ് വേ എങ്ങനെയായിരുന്നു. നിലവിലിപ്പോൾ കണ്ടെടുത്തിരുന്നത് ഈ PDF ലാപ്ടോപ്പിൽ ഉണ്ട് എന്നുള്ളത്
എന്നുള്ളത് മാത്രമാണ്. അതിനപ്പുറത്തേക്ക് സമൂഹ മാധ്യമങ്ങളിലെ ഏതെങ്കിലും ഗ്രൂപ്പുകൾ വഴിയാണ്, അതിലൊരു ടെലഗ്രാം കമ്മ്യൂണിക്കേഷൻ അടക്കമുള്ള കാര്യങ്ങൾ പോലീസ് സംശയിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ ടെലഗ്രാം ഗ്രൂപ്പ് എങ്ങനെ, ആരാണ് ഓൺ ചെയ്തത്, അത് ആരാണ് ഫോം ചെയ്തത്, അതിൽ നവീൻ എങ്ങനെ എത്തിപ്പെട്ടു, പിന്നാലെ ദേവിയും ആര്യയും എങ്ങനെ എത്തിപ്പെട്ടു, ഇതടക്കമുള്ള കാര്യങ്ങളിൽ വളരെ വിശദമായ ഒരു അന്വേഷണം പോലീസിനെ സംബന്ധിച്ച് ഈ ഘട്ടത്തിൽ ആരംഭിച്ചിട്ടുണ്ട്. അങ്ങനെ ആ ലിങ്ക് കണ്ടെത്തി കഴിഞ്ഞാൽ സ്വാഭാവികമായും എക്സ്ട്രീം ഗ്രൂപ്പുകൾ ആരെ കേരളത്തിൽ നിന്ന് മറ്റാരെങ്കിലും ഒക്കെ ഈ ഗ്രൂപ്പുകളിൽ സ്വാഭാവികമായും ഇപ്പോൾ ഈ കുറച്ചു മുൻപ് സംസാരിച്ച ആളുകളൊക്കെ പറഞ്ഞതുപോലെ തന്നെ ഈ പോസ്റ്റ് കോവിഡ് അനന്തരം ഉണ്ടായിരിക്കുന്ന അല്ലെങ്കിൽ ഈ ആളുകൾ ഉണ്ടായിരിക്കുന്ന മാറ്റമടക്കമുള്ള കാര്യങ്ങൾ അതിനെ സ്വാധീനിച്ചിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ കേരളം കേന്ദ്രീകരിച്ച് ഏതെങ്കിലും തരത്തിലുള്ള പ്രവർത്തനം ആ എക്സ്ട്രീം ഗ്രൂപ്പുകൾക്കുണ്ടോ, അതടക്കമുള്ള കാര്യങ്ങൾ വിശദമായി അന്വേഷിക്കും. അതിന് കൃത്യമായ നിർദ്ദേശം ഇതുമായി ബന്ധപ്പെട്ട് പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ആ രീതിയിലുള്ള അന്വേഷണം പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നടത്തുകയാണ്. വേണു. ശരി, ഇപ്പോൾ സൈക്കോളജിസ്റ്റ് ജോർജ് മാത്യുവും ഇതിൽ പ്രതികരിക്കാൻ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ ജോർജ് മാത്യു, ഈ നവീൻ്റെയും ദേവിയുടെയും ആര്യയുടെയും ഒക്കെ വിശ്വാസം ഈ രൂപത്തിൽ മാറാനുള്ള സാഹചര്യം എന്താകുമെന്നാണ് പ്രാഥമികമായി വിലയിരുത്താൻ കഴിയുക? എനിക്ക് തോന്നുന്നത് അടിസ്ഥാനപരമായിട്ട് ഇവർക്ക് ഇവരുടെ ലൈഫ് സ്റ്റൈല് ശരിയല്ല. കാരണം ഇവർ രണ്ടുപേരും, ഈ ഹസ്ബൻഡും വൈഫും ആയുർവേദ ഡോക്ടേഴ്സാണ്. അവർക്ക് സാമ്പത്തികം ഉണ്ടായിരുന്നെങ്കിൽ അവർ ഒരു ആയുർവേദ ഹോസ്പിറ്റലിൽ തുടങ്ങി പണം ഉണ്ടാക്കിയാണ്. ഇവർ അതിന് പോയില്ല. പിന്നെ ഈ ഭാര്യയ്ക്ക് ഒരു സ്കൂളിൽ ജോലി ഉണ്ടായിരുന്നു. ആ ജോലി അവരെ കളഞ്ഞു, അല്ലെങ്കിൽ അവരെ പിരിച്ചുവിട്ടു. പിന്നെ ഒരുപാട് വർഷം അവർ ഒരു ജോലിയും ചെയ്തിട്ടില്ല. പിന്നെ അവർക്ക് മക്കളില്ല. അത് ഉണ്ടാകാത്തതാണോ അവർ വേണ്ടെന്ന് വെച്ചാണോ എന്ന് അറിഞ്ഞുകൂടാ. പക്ഷെ ഒരു പുരുഷനും സ്ത്രീയും കല്യാണം കഴിച്ച് ഒരുപാട് വർഷം മക്കളൊന്നും ഇല്ലായിരുന്നാൽ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരിക്കുമ്പോൾ തീർച്ചയായിട്ടും പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ അങ്ങനെ ഒരു 10-15 വർഷം ഇവർ എക്കണോമിക് ആക്ടിവിറ്റി ഒന്നും ചെയ്യാതെ ഇങ്ങനെ ജീവിച്ചു. അപ്പം തുടക്കത്തിൽ പണം ഉണ്ടെങ്കിലും അടിച്ചു പൊളിച്ച് ജീവിച്ചാൽ പെട്ടെന്ന് അതൊക്കെ തീരുന്നതേ ഉള്ളൂ. അപ്പം ഇവർക്ക് സാമ്പത്തിക പ്രശ്നം ഉണ്ടായി കാണും. അത് വിലയിക്കാൻ പറഞ്ഞില്ലെന്നേ ഉള്ളൂ. അപ്പോൾ ഇവർ ആത്മഹത്യ ചെയ്യാൻ തീരുമാനിക്കുന്നു. ആത്മഹത്യ ചെയ്യേണ്ടി വരുന്നു. അതിനൊരു ന്യായീകരണം കണ്ടെത്തിയതാണ് ഈ ബ്ലാക്ക് മാജിക്കും സേറ്റൻ വർഷിപ്പും ഏലിയനും ഒക്കെ. പിന്നെ അതിന് ആ ഒരു ലൈനിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ അവരിങ്ങനെയുള്ള ഗ്രൂപ്പുകളുമായിട്ട് ബന്ധപ്പെട്ട് കാണാം. പക്ഷെ ഇതൊക്കെ അവരുടെ അടിസ്ഥാനപരമായ ഒരു പ്രോപ്പറായിട്ട് ജീവിക്കാത്തതിൻ്റെ ഒരു കോൺസിക്വൻസ് ആയിട്ട് ഉണ്ടായതിന് ഒരു ന്യായീകരണം കണ്ടെത്തുകയാണ് ഈ ഗ്രൂപ്പുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഇങ്ങനെ ഈ രീതിയിൽ ആത്മഹത്യ ചെയ്യാൻ കാരണമെന്നാണ് എനിക്ക് തോന്നുന്നത്. ശരി, വളരെ നന്ദി ജോർജ് മാത്യു, സൈക്കോളജിസ്റ്റ്, പ്രതികരിച്ചതിന്.